ഹരേ കൃഷ്ണ. സത്സംഗത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. കഴിഞ്ഞ 50 ദിവസമായിട്ട് ഈ സത്സംഗം നടക്കുന്നതായിട്ട് അറിഞ്ഞു. പല ഭാഗത്തുമുള്ള മലയാളി ഭക്തന്മാർ പ്രഭാഷണം എടുക്കുകയും നയിക്കുകയും ഒരുപാട് ഉള്ള നാനാദേശത്തുള്ള ഭക്തജനങ്ങളും ഇതിൽ പങ്കുകൊള്ളുകയും ചെയ്തു എന്നറിഞ്ഞു. ഇത്രയും ദിവസം നടക്കുന്നത് ഒരു യജ്ഞമായിട്ട് തന്നെ നമുക്കതിനെ കണക്കിലെടുക്കാം. അപ്പൊ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്, വിഷയം സേവനം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോ എല്ലാ ഭക്തന്മാരെയും സേവിക്കുക എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് ഈ ഒരു വിഷയം ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. അതായത് മുൻപ് ഒരു ആത്മീകവാദിയും ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ കാര്യമാണ് ശ്രീല പ്രഭുപാദ് അവർകൾ ചെയ്തത്. ഭക്തി എന്ന വാക്കിന്, അതായത് എത്രയോ ആത്മീകവാദികൾ, പല സന്യാസിമാരും പല ആത്മീക നയിക്കുന്നവരും ഇതിന് വ്യാഖ്യാനം തന്നിട്ടുണ്ട്. പക്ഷെ പ്രഭുപാദ് സ്വാമികൾ, ശ്രീല പ്രഭുപാദർ മാത്രമാണ് ആദ്യമായിട്ട് ഭക്തി എന്ന വാക്കിന് ഭക്തിയുത സേവനം എന്ന ഒരു വിശദീകരണം തന്നത്. ഭക്തി എന്ന വാക്കിന് ചിന്മയാനന്ദ സ്വാമി ഡിവോഷൻ എന്നൊരു അർത്ഥം തന്നു. മറ്റു പലരും അതിന് ഭാവം, ഫീലിംഗ്, ലവ്, പ്രേമം, ഭാവം എന്ന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാ ഭക്തി എന്ന വാക്കിന് തന്നത്. ശ്രീല പ്രഭുപാദർ ആദ്യമായിട്ട് ഭക്തിക്ക് ഡിവോഷണൽ സർവീസ് എന്ന ഒരു അർത്ഥം തന്നത്. ഭക്തിയുത സേവനം, ഭക്തിക്കകത്ത് സേവനം എന്ന പദത്തിനെ കൊണ്ടുവന്നത് ശ്രീല പ്രഭുപാദ് അവർകളാണ്. ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് സമ്പ്രദായക്കാരോ ഗുരുക്കന്മാരോ ഇതിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം തന്നിട്ടില്ല. ഇപ്പോ എനിക്ക് എൻ്റെ മകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുവോ? ആ കുഞ്ഞിന് വേണ്ടിയുള്ള ഭക്ഷണം കൊടുക്കും, അതിന് വസ്ത്രം കൊടുക്കും, അതിനെ കൊണ്ടുപോയി പഠിക്കാൻ ചേർക്കും. എൻ്റെ സ്നേഹം ഞാൻ എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? ആ കുഞ്ഞിനെ സേവിച്ചാണ് ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ മകളെ ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് അതുല്യ ദാമോദർ പ്രഭു ഉണ്ട് ഈ ക്ലാസ്സിൽ. പ്രഭുയുടെ മകള് നാട്ടിലെങ്ങാണ്ടോ പഠിക്കുക. പാവം അമൃത ഹോസ്റ്റലില് ഭക്ഷണവും കിട്ടാറില്ല, ഒന്നും കിട്ടാറില്ല. അപ്പോ എനിക്ക് എൻ്റെ മകളെ സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഒരു ഫോട്ടോയും മാത്രം വെച്ചോണ്ടിരുന്നാൽ ശരിയാവോ? എനിക്ക് സ്നേഹമാണെങ്കിൽ ഞാൻ അവരെ വിളിക്കും, സുഖമാണോ എന്ന് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും, ആരോഗ്യത്തിനെ കുറിച്ച് അന്വേഷിക്കും, അതിന് വേണ്ട കാശ് അയച്ചു കൊടുക്കും, ഇവിടെ നിന്ന് അച്ചാറും മുളക് പൊടിയെല്ലാം അയച്ചു കൊടുക്കും. ഞാൻ എൻ്റെ ഭക്തിയെ പ്രകടിപ്പിക്കുകയാണ്. ഇതിൽ സേവനത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ എനിക്ക് ഭഗവാനോട് ഭക്തി എന്ന് പറഞ്ഞാൽ അത് എന്താണ് ആ ഭക്തി എന്ന് പറയുന്നത്? അല്ലേ? ഇപ്പൊ അമ്പലത്തിൽ പോയി ഞാൻ തൊഴുതിട്ട് വന്നു എന്ന് പറയും ആൾക്കാർ. എന്താണ് ഈ തൊഴുത്? എന്താണ് ചെയ്തത് അവിടെ പോയി? അവിടെ ചെന്ന് കഥകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് ദീപാരാധനയുടെ സമയമായി, മണിയടിച്ച് വിളക്ക് കാണിച്ചു. ഉടനെ കയ്യൊക്കെ മടക്കി വെച്ച് കൃഷ്ണ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇത്രയേ ഉള്ളൂ ഭക്തി. എന്താ സംഭവിച്ചത്? ഒന്നുമേയില്ല. എപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമോ അപ്പോഴാണ് അത് ഭക്തിയായി മാറുന്നത്. എനിക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഭഗവാന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എന്ത് സേവനമനുഷ്ഠിച്ചു, അതാണ് ഭക്തി. ശ്രീമദ് ഭാഗവതത്തിൽ ധ്രുവ മഹാരാജാവിന്റെ ഒരു മനോഹരമായ ഉദാഹരണമുണ്ട്.
ധ്രുവ രാജ്യം ഭരിച്ചു, എല്ലാം കഴിഞ്ഞു. ധ്രുവ മഹാരാജാവിന്റെ അമ്മയെ വൈകുണ്ഠത്തിലോട്ട് വൈകുണ്ഠവാസികൾ ദ്വാരപാലകന്മാർ തിരികെ കൊണ്ടുപോവുക. അപ്പൊ അമ്മ ആദ്യം പോയി. ആര്? ധ്രുവ മഹാരാജാവിന്റെ അമ്മയായ സുനീതി മാതാവ് ആദ്യം പോയി. അപ്പൊ അവര് പറഞ്ഞു, ഇത്രയും ഒരു സൽസ്വഭാവിയായ സാത്വികനായ ശുദ്ധനായ ഒരു ഭക്തന് ജന്മം കൊടുത്തത് കൊണ്ട് വൈകുണ്ഠത്തിൽ പോകാനുള്ള സർവത്ര യോഗ്യതയും അങ്ങയ്ക്കുണ്ട് എന്ന് അമ്മയെ ആദ്യം കൊണ്ടുപോയി. അടുത്തത് ധ്രുവ മഹാരാജാവ് വിമാനത്തിൽ കയറി. വിമാനത്തിൽ കയറിയ ഉടനെ അവര് പറഞ്ഞു, ധ്രുവ ചക്രവർത്തി, നമ്മൾ വൈകുണ്ഠത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ധ്രുവ മഹാരാജ ചോദിച്ചു, അതെന്താ ഞാൻ പോവാത്തത്? കാരണം അങ്ങ് ഇത്രയും കാലം ഹൃദയത്തിൽ പരമാത്മാവിനെ ധ്യാനിച്ചു, ഭഗവാനെ സ്മരിച്ചു, ഭഗവാനെ ധ്യാനിച്ചു, സേവനമൊന്നും ചെയ്തില്ല. ഭഗവാനെ ധ്യാനിച്ചു, സ്മരിച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല, ധ്യാനിച്ചു, സേവനം ചെയ്തില്ല. അതുകൊണ്ട് ധ്രുവ ചക്രവർത്തിയെ ധ്രുവനക്ഷത്രം എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ കൊണ്ടുപോയി ആക്കി 38,000 ദേവവർഷം ഭഗവാനെ സേവിച്ചിട്ട് വൈകുണ്ഠത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി അവിടെ? ധ്രുവ മഹാരാജാവിനും നേരിട്ട് മോക്ഷം കിട്ടിയില്ല, സേവനം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് പോലും മോക്ഷം കിട്ടിയത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അപ്പൊ എന്റെ അമ്മ എന്താ സേവനം ചെയ്തത്? അങ്ങക്ക് അമ്മ ജന്മം തന്നില്ലേ, ഒരു വൈഷ്ണവന് ജന്മം തന്നില്ലേ, അതുകൊണ്ട് അമ്മ പോയി. അപ്പൊ ആ വൈഷ്ണവൻ പോയില്ല. അതാണ് ഇവിടെ തമാശ. ധ്രുവൻ എന്ന് പറയുന്ന മഹാവൈഷ്ണവന് ജന്മം കൊടുത്ത അമ്മ പോയി, ആ വൈഷ്ണവൻ പോയില്ല. എന്തുകൊണ്ട്? സേവനം അനുഷ്ഠിക്കാത്തത് കൊണ്ട്. അജാമിളൻ നാരായണ എന്ന് ജപിച്ചു, ഭഗവാനെ ഓർത്തല്ല ജപിച്ചത്. എന്നാലും ദ്വാരപാലകന്മാർ വിഷ്ണുദൂതന്മാര് വന്നിട്ട് അജാമിളനെ യമദൂതന്മാരുടെ കയ്യിലിരുന്ന് പിടിച്ച് രക്ഷിച്ച് എവിടെ കൊണ്ടുപോയി? ഹരിദ്വാറിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ ഈ അജാമിളൻ ഒരു ഗുരുവിനെ സ്വീകരിച്ച് 4 യമനിയമങ്ങൾ ആചരിച്ച് സേവനം അനുഷ്ഠിച്ചിട്ടാണ് എവിടെ പോയത്? വൈകുണ്ഠത്തിൽ പോയത്. സേവനം, ഭഗവാന്റെ അടുത്ത് ഞാൻ എനിക്കുള്ള പ്രേമയെ പ്രകടിപ്പിക്കുന്ന ഒരു മാർഗം സേവനം. അത ശ്രീകൃഷ്ണ നാമാദി നഭവേ ഗ്രാഹ്യം ഇന്ദ്രിയൈ സേവോന്മുഖേ ഹി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരത്യതഃ. ഈ സേവനം എവിടുന്നാ തുടങ്ങുന്നത്? നാവിലിരുന്നാ തുടങ്ങുന്നത്. അത ശ്രീകൃഷ്ണ നാമാധി, ആദ്യം ഭഗവാന്റെ തിരുനാമം ശ്രദ്ധയോട് ജപിക്കുമ്പോഴാ അവൻ ഒരു ദാസനായി മാറുന്നത്, ഒരു ഭക്തനായി മാറുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, ജപിച്ചോ? ഓ, ഭഗവാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഭഗവാനാ, ഊണിലും ഉറക്കത്തിലും ചിന്തയിൽ എപ്പോഴും ജപിച്ച. എവിടെ? ജപിച്ചില്ല. ഇത് ഭക്തിയല്ല, ഇത് സ്വയം ഭക്തനാണെന്ന് അവരെ വഞ്ചിക്കുന്നതാണ്. അല്ലേ? എനിക്ക് ഭാര്യയെ സ്നേഹമാണ്, മക്കളെ സ്നേഹമാണ്, അതുകൊണ്ട് പൈസയൊന്നും കൊടുക്കത്തില്ല, ഞാൻ എപ്പോഴും അവരെ വിചാരിച്ചുകൊണ്ടേയിരിക്കും. ശരിയാവോ? അവരെ സേവിക്കണം. അപ്പൊ ഇങ്ങനെ പറയുന്ന ഉത്തരം ശരിയായ ഉത്തരമല്ല. എപ്പോഴും ഞാൻ ദൈവത്തിനെ സ്മരിക്കുന്നു, എന്റെ മനസ്സ് മൊത്തവും കൃഷ്ണനാ, ഗുരുവായൂരപ്പന്റെ നടയിലാ ഞാൻ ജനിച്ചത് എന്നൊക്കെ പലരും പറയും. പക്ഷെ മാല എടുത്ത് ജപിച്ചില്ലെങ്കിൽ, നാമം ജപിച്ച് തുടങ്ങിയില്ലെങ്കിൽ അവൻ സേവകനാവുന്നില്ല, ഒരു ദാസനാവുന്നില്ല. അത ശ്രീകൃഷ്ണ നാമാധി, നാമം തൊട്ടാണ് സേവനം തുടങ്ങുന്നത്. ജിഹ്വാദൗ, നാവിലിരുന്ന് ഈ സേവനം തുടങ്ങുകയാണ്. ഈശോപനിഷത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു പ്രഭുപാദർ, ഈശോപനിഷത്ത് പുസ്തകത്തില് 6-ാമത്തെയോ 7-ാമത്തെയോ ശ്ലോകങ്ങൾ മന്ത്രം അത് വായിക്കുമ്പോൾ പ്രഭുപാദർ പറയുന്നുണ്ട്, ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ചെയ്യുന്നത് എന്ന് അടിച്ച് തറപ്പിച്ച് പറയാണ് പ്രഭുപാദർ. എന്താണെന്ന് ചോദിച്ചപ്പോ, പ്രസാദ വിതരണവും ഗ്രന്ഥ വിതരണവും നാമസങ്കീർത്തനവും അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ചെയ്യുന്നുണ്ട്.
ഇതാണ് ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഇതിൽ കൂടെ മാത്രമേ ജനങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ. 3 കാര്യമാണ് പ്രഭുപാദർ പറയുന്നത്: ഹരിനാമ സങ്കീർത്തനം, പ്രസാദ വിതരണം, ഗ്രന്ഥ വിതരണം. ഇതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോ ഇറങ്ങി ചെയ്യുന്ന ഒരു ദാസൻ, അവൻ ഭഗവാന് പ്രിയങ്കരനായി മാറും. ഭഗവാൻ പറയുന്നില്ലേ, ഈ രഹസ്യം ആരാണോ ഇനി ഒരാൾക്ക് പറഞ്ഞു തരുന്നത്, അവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. വെറുതെ ഇരിക്കുന്ന ആളെ കുറിച്ചല്ല പറയുന്നത്, ഇറങ്ങി ജോലി ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. 6-ാം അധ്യായം ഗീതയിൽ പറയുന്നു, ഏത് സന്യാസി തൻ്റെ സ്വയം അടുപ്പ് കത്തിച്ച് പാചകം ചെയ്യുന്നു, അവനാണ് യഥാർത്ഥ സന്യാസി. ഈ ആത്മീക ജീവിതം ഒരു ഒളിച്ചോട്ടമാണെന്ന് പറഞ്ഞ് ചിലരൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ അടുത്ത് പോലും ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആശ്രമത്തിക്ക് വന്ന രാവിലെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ കഴിക്കാൻ തരൂല്ലേ? ഞാൻ പറഞ്ഞു, അതെല്ലാം തരും. അപ്പൊ എപ്പോഴും നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്. അതെന്താ അങ്ങനെ പറയണേ? അല്ല, നിങ്ങളുടെ സന്യാസിമാരെയൊക്കെ കണ്ടാലേ ചുവന്നു തുടുത്ത് ബൾബ് പോലെ ഇരിക്കുകയല്ലേ, എല്ലാരും 24 മണിക്കൂർ ഇരുന്ന് ഇതൊക്കെയാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതൊക്കെ തന്നെ കഴിക്കും. അദ്ദേഹം ആശ്രമത്തിൽ വന്ന് ചേർന്നു. 3-ന്റെ അന്ന് പറഞ്ഞേയില്ല, ഓടിപ്പോയി മനുഷ്യൻ. കാരണം രാവിലെ 3:30 മണിക്ക് എണീക്കണം, ബാത്റൂം തൊട്ട് ഉള്ള സർവത്ര സ്ഥലങ്ങളും വൃത്തിയാക്കണം, പാത്രം കഴുകണം, പാചകം ചെയ്യണം, ഗ്രന്ഥവിതരണം ചെയ്യണം, ഭഗവാനെ പൂജിക്കണം. അയാള് പറഞ്ഞു, വെളിയിൽ ജോലിക്ക് പോയ 8 മണിക്കൂറേ ജോലിയുള്ളൂ, ആശ്രമത്തിൽ വന്ന 18 മണിക്കൂറാണ് ഇവർ ജോലി എടുപ്പിക്കുന്നത്. പിന്നെ ആ മനുഷ്യനെ തിരിച്ച് കണ്ടിട്ടേ ഇല്ല, ഓടിപ്പോയി. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ആത്മീകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ദിവസം ഒരു തേങ്ങ തലയിൽ വീഴും, അപ്പൊ തലയെ ചുറ്റി ഒരു ഒളിവട്ടം വരും. ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. ഇറങ്ങി പ്രവർത്തിക്കണം. സേവനം. എനിക്ക് ദൈവത്തിനെ ഇഷ്ടമാണ്, കൃഷ്ണനെ ഇഷ്ടമാണെങ്കിൽ ആ കൃഷ്ണന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഗുരുവിനെ ഇഷ്ടമാണ്, ഗുരുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? വൈഷ്ണവരുകളെ ഇഷ്ടമാണ്, അന്ന് ആ വൈഷ്ണവ സംഘത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അപ്പോ സേവനം. ഈ സേവനം 3 തരത്തിലാണ്, 3 ലെവലിലാണ് സേവനമുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ, ഭക്ഷണം കഴിക്കുന്ന ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. നല്ല വിശന്നിരിക്കുക. അപ്പൊ ഓടിച്ചെന്നിട്ട് വീട്ടിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പാത്രത്തിൽ ഭക്ഷണമൊക്കെ, ചോറും കറിയൊക്കെ എടുത്തിട്ട് ഭക്ഷണം എടുത്തിട്ട് കഴിച്ചു. സന്തോഷം. ഇങ്ങനെയാണ് സേവനം തുടങ്ങുന്നത്. ഭക്ഷണമൊക്കെ വാരിക്കോരി കഴിച്ച് നമുക്ക് സന്തോഷമായി. ഇത് ഫസ്റ്റ് ലെവൽ. ഈ കുറച്ചു കാലം കഴിയുമ്പോൾ രണ്ടാമത്തെ ഘട്ടം എങ്ങനെയാണ്? നമ്മൾ സുഹൃത്തുക്കളും മിത്രങ്ങളെയും കൂട്ടിച്ചേർത്തി ഒരുമിച്ചിരുന്ന്, ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇത് രണ്ടാമത്തെ ഘട്ടം. ഇത് വന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാളും സുഖമാണ് കൂട്ടത്തോടിരുന്ന് കഴിക്കുക. ഇത് രണ്ടാമത്തെ നില. മൂന്നാമത്തെ തലം എന്താണ്? തേർഡ് കാറ്റഗറി എന്താണ്? നമുക്ക് നല്ല വിശപ്പ്, ഭക്ഷണം കഴിക്കാൻ വന്നു നോക്കിയപ്പോഴോ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കുറെ സുഹൃത്തുക്കൾ വന്നിരിക്കുന്നു. ഉടനെ അവരെല്ലാം പിടിച്ചിരുത്തി ഓടി നടന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവരെ കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, പക്ഷെ വിശപ്പ് മറന്നേ പോയി. ഇതാണ് സേവനത്തിൽ ഏറ്റവും ഉന്നതമായ തലം. ആദ്യം സ്വാർത്ഥതയോടെ ചെയ്യും. കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ചെയ്യുന്നു. മൂന്നാമത്തെ തലം, ഞാൻ എന്നെ ചെറുതാക്കിക്കൊണ്ട് മറ്റവരെ വലുതാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. ഇതാണ് വൈഷ്ണവ സേവനത്തിൽ ഏറ്റവും ഉന്നതമായ തലം. ഒരു മെഴുകുതിരി എങ്ങനെ സ്വയം ആത്മഹത്യ ചെയ്ത് ലോകത്തിന് പ്രകാശം തരുന്നുവോ, അതുപോലെ ഞാൻ എന്ന ഭാവമില്ലാതെ എന്റെ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, എന്റെ സ്വാർത്ഥതയെല്ലാം മാറ്റിവെച്ചിട്ട് വൈഷ്ണവർക്കും ഗുരുവിനും ഭഗവാനും വേണ്ടി മാത്രം ചെയ്യുന്ന ആ ഒരു സേവനം, ഉന്നതമായ തലമാണ് ആ സേവനം ചെയ്യുന്നത്. ആ കാറ്റഗറിയിൽ വരുമ്പോഴാണ് ഒരാൾ ശുദ്ധ ഭക്തനാകുന്നത്. ആ തലത്തിലാണ് ഗോപസ്ത്രീകൾ ഉള്ളത്.
അർദ്ധരാത്രി ഗോപികാഗീതത്തിൽ നമ്മൾ പാടാറുണ്ട് അല്ലെ? പതിസുതാൻവയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗത ഗതിതവോ ഗതിവിദസ്തവോ ഗീതമോഹിത കിതവയോഷിത കസ്ത്യജനിഷി. അർദ്ധരാത്രി പതിസുതാൻവയ ഭ്രാതൃബാന്ധവാൻ, ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഉറങ്ങുന്ന ഗോപസ്ത്രീകൾ, കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഗോപസ്ത്രീകൾ, വീട്ടിൽ പല പല പണികൾ ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപസ്ത്രീകൾ, ഇവരെല്ലാം ഭഗവാന്റെ ഓടക്കുഴൽ നാദം വന്ന ദിശയിലെ നോക്കി കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഗോപസ്ത്രീ കുഞ്ഞിന് അങ്ങനെ നിലത്തിട്ടു. ഓരോരുത്തരും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അങ്ങനെ ഇട്ടിട്ട് ഏത് ദിശയിലിരുന്നാണോ ഓടക്കുഴലിന്റെ നാദം വന്നത് അതും നോക്കി മത്ത് പിടിച്ചു ഓടുകയാണ്. തൻ്റെ വ്യക്തിത്വം, തൻ്റെ പേര്, ഇതിനെയെല്ലാം നശിപ്പിച്ച് ഇല്ലാതാക്കി ത്യജിച്ചിട്ട് ത്യാഗം ചെയ്തിട്ട് ആരെ സേവിക്കാൻ പോയി? ഭഗവാനെ സേവിക്കാൻ പോയി. ഇതാണ് നിസ്വാർത്ഥമായ സേവനം. ഈ സേവനത്തിന് തത്തുല്യമായി പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഇതിനെയാ നിരൂപമ സമ്മാന സേവനം എന്ന് പറയുന്നത്. ഈ സേവനത്തിന് പകരമായിട്ട് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒന്നുമില്ല. താൻ എന്ന ഭാവത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പൊ നമ്മൾ സേവനം ചെയ്യും. എങ്ങനെ? എന്റെ സൗകര്യം ശരിയാണോ? എന്നെ എല്ലാവരും ആദരിക്കുന്നുണ്ടോ? എന്നെ അവിടെ സ്വീകരിച്ചോ? എന്നെ ബഹുമാനിച്ചോ? നമ്മുടെ കാര്യം എല്ലാം നോക്കിയിട്ടേ സേവനം ചെയ്യുള്ളൂ. ഞാൻ എന്ന വ്യക്തിയിൽ ആ ഒരു പ്രാധാന്യമില്ലാതെ ഈശ്വരന് മാത്രം പ്രാധാന്യം കൊണ്ട് സമർപ്പണഭാവത്തിൽ ചെയ്യുന്ന, ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിൽ പറയുന്നു, അഹൈതുക്കി അപ്രതിഹത യയാത്മ സുപ്രസീദതി. ഈ ചെയ്യുന്ന സേവനത്തിന് ഒരു കാരണകാര്യവും ഇല്ല, ഹേതു ഒരു കാരണവും ഇല്ല. അപ്രതിഹത, ഇതിന് ഒരു പ്രതികാരവും ഒരു ഫലവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നിസ്വാർത്ഥമായി ചെയ്യുന്ന സേവനം. മൂന്നാമത്തെ തലം, എനിക്ക് വിശപ്പുണ്ട്, എന്നാൽ ഞാൻ എന്റെ വിശപ്പിനെ മറന്ന് വന്ന സുഹൃത്തുക്കളെല്ലാം പിടിച്ചിരുത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിച്ച് അവരെല്ലാം കഴിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എന്റെ വിശപ്പ് അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ തേഞ്ഞു മാഞ്ഞുപോയി, ഞാൻ മറന്നുപോയി. അങ്ങനത്തെ ഒരു സേവനം, അതാണ് നമ്മൾ ഭാഗവതത്തിലും പുരാണങ്ങളിലും ചൈതന്യ ചരിതാമൃതത്തിലും ഭക്തന്മാരെല്ലാം ചെയ്യുന്നത് കാണാം. ആ സേവനം ചെയ്യുന്നവരിലും കനിഷ്ഠ ഭക്ത, മധ്യമ ഭക്ത, ഉത്തമ ഭക്ത, ഇങ്ങനെ പല പല പറഞ്ഞാൽ സേവനം പറഞ്ഞാൽ നാളെ ആവട്ടെ, അടുത്ത ആഴ്ച ഞാൻ ചെയ്യാം, അടുത്ത ഈ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് തീരട്ടെ, പിന്നെ ഞാൻ ചെയ്യാം. ഇത് ഏറ്റവും താഴെയുള്ള മടിയന്മാരാണ്. അതായത് ഒരു ഗുരു, ഈ കഥ എല്ലാരും കേട്ടിട്ടുണ്ടാവും. 4-5 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈ ഗുരു ഒരു ഗ്രാമത്തിൽ നിന്ന് തീർത്ഥാടനം പോയി. ഈ ഉള്ള ശിഷ്യന്മാരാണെങ്കിൽ മൊത്തം മണ്ടന്മാരാണ്, നമ്മളെ പോലത്തെ ശിഷ്യന്മാരാ. അപ്പൊ ഇവരെ കണ്ടിട്ട് ഗുരു എന്ത് ചെയ്തു? ഇവർക്ക് ഒരു വലിയ ലിസ്റ്റ് കൊടുത്തു, എന്തൊക്കെ സാധനമാ കുതിര വണ്ടി കയറ്റേണ്ടത്, ഒന്നും മറന്നു പോകാതെ ഇരിക്കാൻ വേണ്ടി എടുത്തു. ഉടനെ ലിസ്റ്റ് ഇട്ട് ഇതെല്ലാ സാധനവും കുതിര വണ്ടി കയറ്റി. എന്തൊക്കെ ലിസ്റ്റിലുണ്ടോ, ഈ കിടക്ക, ടിഫിൻ ബോക്സ്, ഭക്ഷണം എല്ലാം കുതിര വണ്ടി കയറ്റി. അങ്ങനെ ഗുരു കുതിര വണ്ടിയിൽ പോകുന്നു, ബാക്കിൽ ശിഷ്യന്മാരെല്ലാം നടന്നു വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ കുതിര വണ്ടിയിൽ ഇരുന്ന് ഒരു സാധനം നിലത്ത് വീണു. ഈ ശിഷ്യഗണങ്ങളെല്ലാം കണ്ടിട്ട് അങ്ങനെ നടക്കുകയാണ്. എന്തുകൊണ്ടത് എടുത്തില്ല? ഗുരു പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയും ചിലരൊക്കെ പറയാറുണ്ട് അല്ലെ, എന്താ ചെയ്യാത്തത്? അതെന്താ എന്നെ അറിയിക്കാത്തത്? രഥോത്സവത്തിന് വന്നില്ലല്ലോ, അത് എന്നെ വിളിച്ചില്ലല്ലോ. ഇതെല്ലാം ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുന്നതാ. മനസ്സിലായില്ലേ? ഭഗവത് സേവനത്തിന് ക്ഷണത്തിന്റെ ആവശ്യമില്ല. ഭഗവത് സേവനം എന്നെ ആദരിക്കും എന്ന് പ്രതീക്ഷിച്ചുമല്ല ഞാൻ ചെയ്യുന്നത്. ഇത്ര സർവീസ് ചെയ്തു, എല്ലാവരുടെ പേരും വിളിച്ചു പറഞ്ഞു, എന്റെ പേര് മാത്രം വിളിച്ചില്ല, ഇനി ഞാൻ സർവീസ് ചെയ്യൂല, എന്റെ പട്ടി പോയി ചെയ്യും. ഇതെല്ലാം ഏത് കൂട്ടത്തിൽ പെടും? ഈ മണ്ടരായ ശിഷ്യന്മാരുടെ സേവനം എന്ന് പറഞ്ഞാൽ കൊതിച്ചിരുന്ന്
ഉത്സാഹത്തോട് കിട്ടിയ സൗഭാഗ്യത്തിനെയും വേണ്ടവണ്ണം ഉപയോഗിച്ച് ചെയ്യുന്നതാ യഥാർത്ഥത്തിൽ സേവനം. ഉത്സാഹമില്ലാതെ മടിച്ച് ചെയ്യുമ്പോ ഭഗവാന് എന്ത് നിർബന്ധമാ ഉള്ളത്? നമുക്ക് ആ സേവനം തരണമെന്ന്. ലക്ഷ്മി സഹസ്ര സതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഗോലോകത്തിൽ ആയിരക്കണക്കിൽ ലക്ഷ്മിമാരാ സേവിക്കാൻ തയ്യാറായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ കുതിരവണ്ടിയിൽ നിന്ന് ഒരു സാധനം വീണു. ഗുരുവും ചോദിച്ചു, ഇതെന്താ നിങ്ങൾ എടുക്കാത്തത്? അത് ഗുരു പറഞ്ഞില്ലല്ലോ. അപ്പൊ ഗുരു പറഞ്ഞു, ഇനി കുതിരയിലും കുതിരവണ്ടിയിൽ നിന്ന് എന്ത് വീണാലും എടുക്കണം. ശരി. അടുത്തത് കുതിര ചാണകം ഇട്ടു. ശിഷ്യ ഓടിപ്പോയി അതിന് എടുത്തോണ്ടോ. ഇതെന്തിനാണ് നീ എടുത്തത്? അല്ല, വണ്ടിയിൽ നിന്ന് എന്ത് വീണാലും എടുക്കണം എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഗുരു പറഞ്ഞു, ഇത് ഇന്ന സാധനം എല്ലാം കൃത്യമാണ്, ഇതെല്ലാം വില പിടിപ്പുള്ള സാധനമാണ്. ശരി. വീണ്ടും പ്രയാണം തുടങ്ങി. കുറച്ചു ദൂരെ തുടർന്നു പോയി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഒരു കുഴിയിൽ ചെന്ന് ഈ വണ്ടി കുടുങ്ങി. മൊത്തത്തിൽ കുതിര വണ്ടി നിലത്ത് വീണു. പെട്ടിയും കിടക്കയും പാത്രവും എല്ലാം ഗുരു ഉൾപ്പെടെ നിലത്ത് കിടക്കുക. ഉടനെ ഈ ബുദ്ധിമാന്മാരായ ശിഷ്യന്മാരെന്ത് ചെയ്തു? ലിസ്റ്റ് എടുത്തിട്ട് എന്തെല്ലാം നിലത്ത് കിടന്നു അതെല്ലാം തൂക്കി തിരിച്ച് വണ്ടിയിൽ വെച്ചു. പെട്ടി എടുത്തു വെച്ചു, കിടക്ക എടുത്തു വെച്ചു, പാത്രങ്ങൾ എടുത്തു വെച്ചു, ചെണ്ട എടുത്തു വെച്ചു, എല്ലാം എടുത്തു വെച്ചു. ഗുരു ഇപ്പോഴും നിലത്ത് കിടക്കുകയാണ്. കാരണം ലിസ്റ്റിൽ ഗുരുവിന്റെ പേരില്ല, അതുകൊണ്ട് അവരെടുത്തില്ല. ഇവർ കണ്ണൂരുകാരായിരിക്കുമോ എന്നൊരു സംശയം. തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പോ ഈ സേവനം ചെയ്യുന്നവർ കനിഷ്ഠ അധികാരികൾ, കനിഷ്ഠ ആ തലത്തിലുള്ള ഭക്തജനങ്ങൾ. ഇവർ പറഞ്ഞാലേ ചെയ്യുള്ളൂ, അതിന് മടി പറയും, കാരണം പറയും, അതും ഇതും പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. ഉത്സാഹം വേണം, ചെയ്യണം എന്നൊരു ഉത്സാഹം വേണം. അത് കാണുമ്പോ തന്നെ വെറുതെ നിൽക്കുന്നവർക്ക് അത് ചെയ്യണം എന്ന് തോന്നും. കേരളത്തിൽ CIT-കാരെ കണ്ടിട്ടില്ലേ? ഈ സാധനങ്ങളൊക്കെ തൂക്കി വെക്കുന്ന എല്ലാ പണിക്കാരും. ഒരു ചെറിയ പെട്ടി തൂക്കാൻ 30 പേര് കാണും. അവിടെ 4-5 പേര് നിന്നിട്ട് പിടി എടുക്കെടുക്കെടുക്ക, താഴെ ഇടല്ലേ, ഷോ പിടിക്ക്, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചയും ബഹളം വെക്കും. ഈ ബഹളം കേട്ടിട്ട് വെറുതെ നിൽക്കുന്നവനും കൂടെ മുണ്ട് മടക്കി കൊടുത്തിട്ട് പോയി കൈ വെക്കും. എന്തൂസിയാസം, ചെയ്യണമെന്നുള്ള ഒരു ഉത്സാഹം. രാമായണത്തില് അംഗദനെ ഉദാഹരണമായി പറയുന്നു ഉത്സാഹത്തിന് വേണ്ടി. ഈ രാമായണത്തില് രാവണനെ വധിക്കാൻ പോയ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ സൈന്യത്തിലെ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് അംഗദൻ, ബാലിയുടെ മകൻ. അപ്പൊ ദിവസവും രാമചന്ദ്രമൂർത്തി രാവിലെ ഒരു ചെറിയ പൊതുയോഗം കൂട്ടും. ആര് ഏത് ദിശയിൽ പോകണം, എന്ത് ചെയ്യണം, എന്ത് കാര്യം ചെയ്യണം, ഇതെല്ലാം ദിവസവും ഒരു ചർച്ച ചെയ്യും. അപ്പോ ശരി, ഈ സേവനം ആര് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അംഗദൻ വരും. പ്രഭു, ഞാൻ ചെയ്യാം. എന്ത് ചോദിച്ചാലും ഇവിടെ ആരോ കണ്ണൂരുകാരെ കുറിച്ച് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് എല്ലാവരും ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണേ, അതിനൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. ബാക്കി ഞാൻ എത്രയോ കാര്യം പറയുന്നുണ്ട്, അതിനെ എടുക്കുക. ഈ തമാശയെ സീരിയസ് ആയിട്ട് എടുക്കരുത്. ശരി, എവിടെ നിർത്തി? അംഗദന്റെ കാര്യം. അപ്പോ അംഗദൻ അത്രയ്ക്കും ഉത്സാഹത്തോട് ദിവസവും ശ്രീരാമചന്ദ്രമൂർത്തി ഗുരുവിന്റെ കാര്യം പറയുമ്പോ അംഗദൻ മുന്നോട്ട് ഓടി വന്ന് ഞാൻ ചെയ്യാം എന്ന് ഉത്സാഹം കാണിക്കും. അപ്പോ സുഗ്രീവൻ പറയും, പ്രഭോ, ഇവനെ അയക്കരുത്. ഇവനെ അയച്ചു കഴിഞ്ഞാൽ രാവണന്റെ പ്രഭാത ഭക്ഷണമായി മാറിപ്പോകും. ഇവന്റെ അച്ഛൻ മരിച്ചതിനെ ലോകം എന്നെ പഴി ചൊല്ലുകയാണ്. ഇനി അംഗദനും മരിച്ചു പോയാൽ ആ പാപവും എനിക്ക് ഏറ്റെടുക്കാൻ വയ്യ. അതുകൊണ്ട് ദയവെയ്ത് അംഗദനെ അയക്കരുത് എന്ന് പറയും. ഇത് കേൾക്കുമ്പോ അംഗദന്റെ മുഖമെല്ലാം വാടി സങ്കടപ്പെടും. വീണ്ടും അടുത്ത ദിവസം ശ്രീരാമചന്ദ്രമൂർത്തി സേവനം അറിയിക്കുമ്പോ വീണ്ടും വിരലും തൂക്കിക്കൊണ്ട് അംഗദൻ ഞാൻ പോവാം എന്ന് മുന്നോട്ട് വരും. വീണ്ടും സുഗ്രീവൻ പറയും, പ്രഭോ, ഇദ്ദേഹത്തിന് അയക്കരുത്. ഇങ്ങനെ ദിവസവും സേവനം കിട്ടാതെ അംഗദന്റെ മനസ്സിൽ വലിയ ഒരു നിരാശ. എന്നാലും ഒരു ദിവസം പോലും ഉത്സാഹം കളഞ്ഞിട്ടേയില്ല. എന്നും ഉത്സാഹത്തോട് പ്രഭുവിനെ സമീപിക്കും, എനിക്ക് സേവനം വേണം എന്ന്. അങ്ങനെ അവസാനം ഒരു ദിവസം സേതുബന്ധനം, പാലവും പണിത്
രാമേശ്വരത്തിൽ നിന്ന് അവർ ലങ്കയിലോട്ട് പോയി. ലങ്കയുടെ സമുദ്രതീരത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് അവസാനമായ ഒരു സന്ദേശം രാവണന് ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ആരെങ്കിലും രാവണന്റെ അടുത്ത് എന്റെ അവസാനത്തെ സന്ദേശം അയക്കണം. എന്താണ്? ഇപ്പോഴും കാലം താമസിച്ചിട്ടില്ല. സീതാദേവിയെ തിരിച്ചു തന്ന് മാപ്പ് യാചിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സീതാദേവിയെ കൊണ്ട് തിരിച്ചു പോയിക്കോളാം, യുദ്ധം ഒഴിവാക്കാം. ഈ സന്ദേശം രാവണന്റെ അടുത്ത് ആര് ചെന്ന് പറയും? അംഗദൻ പറഞ്ഞു, ഞാൻ പോവാം. അപ്പൊ സുഗ്രീവൻ പറഞ്ഞു, കൊള്ളാം. അംഗദനെ രാവണൻ ഒരു ക്ഷണം കൊണ്ട് കൊന്നുകളയും. പക്ഷെ രാമചന്ദ്രമൂർത്തി വിചാരിച്ചു അംഗദനെ അയക്കാം. അങ്ങനെ അംഗദന്റെ അടുത്ത് പറഞ്ഞപ്പോ അംഗദന് ഉണ്ടായ സന്തോഷം, രോമാഞ്ചമുണ്ടായി, കണ്ണുകൾ നിറഞ്ഞ് ആകാശത്തിൽ കർണം മറഞ്ഞുകൊണ്ടാണ് അവൻ ഓടിയത് രാവണനെ കാണാൻ. അവിടെ ചെന്ന് കൊട്ടാരത്തിൽ ഒരു സ്ഥലത്ത് ഇനി ഒരു സ്ഥലത്തേക്ക് ചാടി അവസാനത്തെ സന്ദേശവും പറഞ്ഞു ഉത്സാഹത്തോട് വന്നു. ഇപ്പൊ രാമായണത്തിൽ പറയുന്നു, യഥാർത്ഥത്തിൽ രാവണൻ ആ സന്ദേശം കൊണ്ടുപോയി കൊടുക്കാനുള്ള യോഗ്യത അംഗദനില്ലായിരുന്നു. കാരണം ഒരു ക്ഷണം കൊണ്ട് രാവണൻ അംഗദനെ കൊന്നുകളയും. പക്ഷേ ആ ഒരു ഉത്സാഹം, ചെയ്യണം, പ്രഭുവിന് വേണ്ടി ചെയ്യണം, ഗുരുവിന് വേണ്ടി ചെയ്യണം, വൈഷ്ണവർക്ക് വേണ്ടി ചെയ്യണം എന്ന് അദ്ദേഹം കാണിച്ച ആ ഒരു ഉത്സാഹം അയോഗ്യനെയും യോഗ്യനായി മാറ്റി. പ്രഭുപാദർ അതാ പറയുന്നത്. ഉപദേശാമൃതത്തിൽ ഒരു വരി പറയുന്നു, ഡിസയർ ഇസ് ദ ഓൺലി ഇൻവെസ്റ്റ്മെന്റ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. കൃഷ്ണഭക്തിയിലുള്ള ഒരേ ഒരു നിക്ഷേപം നമ്മുടെ ആഗ്രഹമാണ്. ആഗ്രഹിച്ചാൽ മതി, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഭഗവാന് വേണ്ടി എന്ന് ആളിക്കത്തുന്ന ഒരു ആഗ്രഹം ഹൃദയത്തിൽ വളർത്തിയെടുത്താൽ മതി. അതെല്ലാം ചെയ്യാനുള്ള യോഗ്യത നമുക്കുണ്ടാകും. അംഗദന് ഉണ്ടായതുപോലെ സേവനം ചെയ്യണം, പ്രഭുവിന് വേണ്ടി ചെയ്യണം, പ്രഭുവിനെ പ്രീതിപ്പെടുത്തണം, ഈ സന്ദേശം നാനാ ദിശയിലും എത്തിക്കണം, മടി കാണിക്കാൻ പാടില്ല. ഇത് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു ദുർലഭമായ അവസരമാണ് എന്നൊക്കെ ചിന്തിച്ച് ആഗ്രഹത്തിനെ ഹൃദയത്തിലിട്ട് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഏത് അയോഗ്യനും ഭഗവാനെ സേവിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന്. അങ്ങനെ ചെയ്യുന്നതാ സേവനം. അങ്ങനെ ഒരു വ്യക്തി സേവനം ചെയ്ത്, അതാണ് പ്രഭു പറയുന്നത്, അഹം ഭക്തപരാധീന. അങ്ങനത്തെ ഒരു ഭക്തന്റെ മുമ്പേ ഞാൻ തോറ്റുപോകുന്നു, ഗോപസ്ത്രീകളുടെ മുമ്പേ ഞാൻ തോറ്റുപോകുന്നു. കാരണം അവർ എല്ലാം എനിക്ക് വേണ്ടി ത്യജിച്ചു. അവരുടെ കുടുംബം, അവരുടെ പേര്, അവരുടെ ബന്ധങ്ങൾ, സർവ്വതും ലോകമേ പഴി ചൊല്ലുന്ന അവസ്ഥയ്ക്ക് അവർ ചെന്നു, എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം. ഈ ഗോപസ്ത്രീകൾക്ക് ഞാൻ തിരിച്ച് എന്ത് കൊടുക്കും? എനിക്ക് തരാനായിട്ട് ഒന്നുമേയില്ല, നിങ്ങളുടെ കീർത്തികൾ തന്നെ നിങ്ങൾക്ക് സമ്മാനമായിരിക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. ഞാൻ ദാസനായി കഴിയാം. മഹാബലി ചക്രവർത്തി തലയും കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, എനിക്ക് തിരിച്ചു തരാൻ ഇനി ഒന്നുമില്ല, അതുകൊണ്ട് മൂന്നാമത്തെ പാദം എന്റെ തലയിൽ വെക്കൂ എന്ന് കണ്ണുകൾ നിറഞ്ഞ് രോമാഞ്ചത്തോട് പറഞ്ഞു. അതിനുശേഷം ഭൂമിയിൽ മഹാബലി ചക്രവർത്തി ഉണ്ടായിടത്തോളം കാലം വാമനമൂർത്തി മഹാബലിയെ സേവിക്കുമായിരുന്നു. ഭഗവാൻ വന്ന് ഭക്തനെ സേവിക്കുന്ന ഒരു അവസ്ഥയായി മാറി, ഒരു വ്യത്യാസവും ഇല്ലാതെ. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, യുധിഷ്ഠിര ചക്രവർത്തി രാജസൂയ യാഗം നടത്തുകയാണ്. രാജാവ് എന്ന വ്യക്തി ചക്രവർത്തിയായി വാഴിച്ച് ഒരു രാജസൂയ യാഗം നടത്തുന്നു യുധിഷ്ഠിർ. നാനാ ദിശകളിലിരുന്നും രാജാക്കന്മാരും മന്ത്രിമാരും യുവരാജാക്കന്മാരും ഋഷിവര്യന്മാരും മുനിമ ബ്രാഹ്മണരും എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിൽ കൂടിയിരിക്കുന്നു. അപ്പോ ഭഗവാനാണ് അവിടുത്തെ മുഖ്യ അതിഥി, ചീഫ് ഗസ്റ്റ്. ഭഗവാനും വന്നിരിക്കുന്നു. ഭഗവാന് മനോഹരമായ സ്വീകരണമൊക്കെ കൊടുത്തു. ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജ, എനിക്കും ഈ യാഗത്തിൽ എന്തെങ്കിലും സേവനം തരണം എന്ന് പറഞ്ഞു. അപ്പോ അവര് ചോദിച്ചു, പ്രഭുവാണ് ഇവിടുത്തെ മുഖ്യ അതിഥി, പ്രഭുവിന് ഞങ്ങൾ എന്ത് സേവനം കൊടുക്കാനാ? അത് ശരിയാവില്ല. ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജ, എനിക്ക് സേവനം കിട്ടിയേ പറ്റൂ. ഇങ്ങനെ ഒരു മഹത്കർമ്മം നടക്കുന്ന സമയത്ത് എനിക്കും ഇതിന് പങ്കുകൊള്ളണം, സേവനം വേണം. പാണ്ഡവർക്ക് ഭഗവാന് സേവനം കൊടുക്കാൻ താല്പര്യമില്ല. നമ്മൾ ഭഗവാനെ സേവിക്കാനല്ലേ ഇരിക്കുന്നത്, അല്ലാതെ ഭഗവാൻ വന്ന് ഇവിടെ സേവനം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോ പറഞ്ഞു ഭഗവാനും ശാഠ്യം പിടിച്ചു, എനിക്ക് സേവനം കിട്ടിയേ മതിയാകും. ഉടനെ ഭീമസേനന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞു, ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനായിട്ട് ഏതെങ്കിലും സേവനം കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് ചെയ്തോളാം.
ഉടനെ ഭീമസേനൻ പറഞ്ഞു, ഉള്ള സേവനമെല്ലാം വീതിച്ചു കൊടുത്തു, ഒന്നും ബാക്കിയില്ല കൃഷ്ണ. ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. ശരി, ചെയ്തോ. കാരണം ഇവർക്ക് ഉറപ്പുണ്ടായി അങ്ങനെ ഒരു സേവനം ബാക്കിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഭീമസേനൻ മുഴുവൻ രാജ്യവും കൊട്ടാരവും കുലുങ്ങുന്നത് പോലെ അതിവേഗത്തോട് ഭീമസേനൻ ഓടി വരിക. യുധിഷ്ഠിരൻ ചോദിക്കുന്നു, എന്തിനാ ഭീമ ഇങ്ങനെ ഓടി വരുന്നത്? എന്താ പറ്റിയത്? വരൂ എന്ന് സഹോദരനെ വലിച്ചുകൊണ്ടുപോയി. അവിടെ പോയി നോക്കിയപ്പോ രാജ്യ കവാടത്തിൽ ഭഗവാൻ വേഷം മാറിക്കൊണ്ട് രാജസൂയ യാഗത്തിൽ വരുന്ന സർവത്ര ബ്രാഹ്മണരും ഋഷിവര്യന്മാരും രാജാക്കന്മാരുടെയും യുവരാജാക്കന്മാരുടെയും പാദം കഴുകി ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു സേവനം ഭഗവാൻ ഏറ്റെടുത്തു. അദ്ദേഹം മുഖ്യ അതിഥി. അവിടെ ആ പരിപാടിയിലേക്ക് വന്ന മുഖ്യ അതിഥി അദ്ദേഹമാണ്. എന്നിരുന്നിട്ടും ആ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന സർവത്ര അതിഥികളുടെ ചെരുപ്പും പാദവും കഴുകി ചെരുപ്പ് വാങ്ങിച്ചു സൂക്ഷിച്ചു. ആ കൂട്ടത്തിൽ ശത്രുക്കളും ഉണ്ടായി, കൗരവരും ഉണ്ടായിരുന്നു. ഭഗവാനെ വെറുക്കുന്ന വ്യക്തികൾ, ശിശുപാലൻ, ദണ്ഡവക്രൻ, ജരാസന്ധൻ, അവരും ഉണ്ടായിരുന്നു. പാണ്ഡവരുടെ ശത്രുക്കളും. സേവനമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ മിത്രമെന്നോ ശത്രുവെന്നോ നോക്കാതെ എല്ലാവരുടെ പാദവും കഴുകി ചെരുപ്പും വാങ്ങിച്ചു സൂക്ഷിച്ചു വെച്ചു. നമുക്കെല്ലാം പഠിക്കാൻ അത്രയും വലിയ പാഠമാണിത്. മനസ്സുകൊണ്ട് ഇത് ശരി, അത് ചെറുതിൽ തെറ്റ്, ഇത് വലുത്, ഇത് തെറ്റ്, ഇത് നല്ല എന്നൊന്നും ദ്വന്ദ്വങ്ങളിൽ പെടാതെ എല്ലാം ഭഗവാന്റെ പ്രീതിക്കായി ചെയ്യുന്ന ഒരു സേവന മനോഭാവം, അതാണ് ഇവിടെ ഭഗവാൻ കാഴ്ചവെച്ചത്. അങ്ങനത്തെ സേവനം, ഈ സേവനത്തിന് തുല്യമായി പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. പ്രഭുപാദറും ഈ വൈഷ്ണവ സന്യാസിമാരും പ്രഭുപാദരുടെ ശിഷ്യഗണങ്ങളും അങ്ങനത്തെ സേവനങ്ങളൊക്കെ അനുഷ്ഠിച്ചത്. സേവനം കൊണ്ട് ഭഗവാന്റെ ഉള്ളറിഞ്ഞ വ്യക്തികളാണ്. ഉപദേശാമൃതത്തിൽ പ്രഭുപാദർ എഴുതുന്നുണ്ട്, ഒരു പരിശുദ്ധ ഭക്തന്റെ ബുദ്ധിയും ഭഗവാന്റെ ബുദ്ധിയും ഒന്നായി ലയിക്കുന്നു. ഭഗവാൻ ബുദ്ധി വ്യക്തിയെ ലയിച്ചില്ല, ബുദ്ധിയാണ് ലയിച്ചത്. ഭഗവാൻ എന്താഗ്രഹിക്കുന്നു അത് ദാസൻ നടത്തിത്തരുന്നു. ദാസൻ എന്താഗ്രഹിക്കുന്നു ഭഗവാൻ അതിനെ സാങ്ഷൻ ചെയ്യുന്നു, അനുവദിക്കുന്നു. അങ്ങനത്തെ ഒരു സേവനം. അപ്പോ മായപ്പൂരിൽ ഇരുന്നിട്ട്, ഇന്ന് മായപ്പൂർ നിങ്ങളിൽ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല, പലരും പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു ദിവസം പ്രഭുപാദർ ഭാഗവതം ക്ലാസ് നടത്തുക, രാവിലെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് പ്രഭുപാദർ പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് തന്റെ വിരലൊന്ന് തൂക്കി പിടിച്ചു. തന്റെ വിരല് തൂക്കി കാണിച്ചപ്പോ ആ പ്രഭാഷണത്തിൽ ഇരിക്കുന്ന തപാലകൃഷ്ണ മഹാരാജ് അവിടെ ഇരുന്ന് ഓടി പ്രഭുപാദരുടെ മുറി, ഒന്നാമത്തെ നിലയിലുള്ള പ്രഭുപാദരുടെ മുറിയിൽ കയറി ഒരു പിച്ചളയുടെ ഒരു ഗ്ലാസ് ഉണ്ട്, പ്രഭുപാദർ വെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്ന ഗ്ലാസ്. ഈ ഗ്ലാസും എടുത്തുകൊണ്ട് ഓടി അമ്പലത്തിന്റെ മുമ്പേ ഉള്ള റോഡും കടന്ന് അമ്പലത്തിന് തൊട്ട് മുമ്പ് ഗംഗാ നദിയിൽ ചെന്ന് വെള്ളവും കോരിക്കൊണ്ടുവന്ന് കൊടുത്തു ഗ്ലാസിന്റെ ഇടയ്ക്ക്. പ്രഭുപാദർ ആ ഗ്ലാസ്സിലുള്ള വെള്ളവും കുടിച്ചിട്ട് ഐ ലവ് മായപ്പൂർ എന്ന് പറഞ്ഞു. ഒരു വിരൽ തൂക്കിയപ്പോ ഇത്രയും കാര്യം അതിന്റെ പുറകെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ ഓടിയ തമാൽ കൃഷ്ണ മഹാരാജനും പ്രഭുപാദർക്കും ഉണ്ടായ ഒരു ആത്മീക ബന്ധം എത്ര ആഴത്തിലുള്ളതായി. പ്രഭുപാദർ വിശ്വസിച്ച് സർവ്വതും കൊടുത്തു അവർക്കൊക്കെ. ബുക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞു. അമേരിക്കയിൽ ആദ്യമായി ബസ് മേടിച്ച് ട്രാവലിംഗ് സങ്കീർത്തൻ പാർട്ടി വളർത്തി. ഒരു വർഷത്തിനകം 10-11 ബസ്സുകളായി മാറി. ഒരു വർഷം അവര് ദിവസം വന്ന് പ്രഭുപാദറിന് റിപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് ഞങ്ങൾ 3000 ഭഗവത്ഗീത വിറ്റു, 2000 ഭഗവത്ഗീത. അത് ഇന്ന് കാലത്തൊക്കെ നമ്മൾ മൊത്തമായിട്ട് വിൽക്കാറുണ്ട്. ആരെങ്കിലും ഒരാളെ പിടിച്ചിട്ട് 100 ഭഗവത്ഗീത ഒരുമിച്ച് കൊടുക്കും. അന്ന് അങ്ങനെയില്ല. ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജ്, ഒരു ഡോറായിട്ട് വാതിൽ മുട്ടി 1000കണക്കിന് ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യും. അങ്ങനെ വളരെ സക്സസ്ഫുൾ മനോഹരമായി ഗ്രന്ഥവിതരണം നടക്കുമ്പോഴാണ് ഒരു ദിവസം പ്രഭുപാദർ വിളിച്ചിട്ട് പറയുന്നത്, നീ ചൈനയിൽ പോയി പ്രീച്ച് ചെയ്യും. അന്ന് കാലത്ത് നമ്മൾ ചൈനയിൽ പോയി പ്രീച്ച് ചെയ്താൽ, പ്രചരിപ്പിക്കാൻ ചൈനയ്ക്ക് പോയാൽ
തല അവര് വെച്ചിട്ട് ബോഡി മാത്രം വീട്ടിൽ പറഞ്ഞു വിടും. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. പ്രഭുപാദർ പറഞ്ഞ ഒരു വാക്ക്, തമാൽ കൃഷ്ണ മഹാരാജ് പോയി ചൈനയിലോട്ട്. പ്രഭുപാദ് അങ്ങനെ പറയും. ഒരു ദിവസം രാത്രി കൽക്കട്ടയിൽ തന്റെ മുറിയിൽ 11 മണിക്ക് രാത്രി പ്രഭുപാദർ തമാൽ കൃഷ്ണ മഹാരാജിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി 3 ദിവസത്തിൽ മായപ്പൂരിൽ സ്ഥലം മേടിച്ചിരിക്കണം, എന്നിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഒരു അമേരിക്കൻ, ഭാരതത്തിന്റെ കാര്യവും നാട്ടുനടപ്പും പഞ്ചായത്തും നിയമങ്ങളും ഒന്നും അറിയാത്ത ഒരു വ്യക്തി പ്രഭുപാദർ പറഞ്ഞു എന്ന ഒറ്റ വാക്കിന്റെ പേരിൽ മായപ്പൂരിൽ ചെന്ന് 3 ദിവസത്തിനകം സ്ഥലവും മേടിച്ച് പ്രമാണവും ചെയ്ത് പത്രവും കൊണ്ടുവന്ന് പ്രഭുപാദർക്ക് കൊടുത്തു. ഒരു തവണ മായപ്പൂർ ഫീൽഡിൽ പ്രഭുപാദർ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പ്രഭുപാദരുടെ പൂർവാശ്രമത്തിലുള്ള മകൻ വന്നിരുന്നു. ഈ മകൻ പ്രഭുപാദറിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. എന്തിനാണ് വെച്ചാൽ പൈസ ചോദിച്ചുകൊണ്ട് വരും. 1-2 പ്രാവശ്യം പ്രഭുപാദർ സഹായിച്ചു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ നടക്കുക, ബാക്കിൽ തമാൽ കൃഷ്ണ മഹാരാജ് നടക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് പൈസ വേണം. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, എന്റെ സെക്രട്ടറി എടുത്ത് ചോദിക്കുക എന്ന് പറഞ്ഞു. തമാൽ കൃഷ്ണ മഹാരാജിനെ ചൂണ്ടിക്കാണിച്ച് എന്റെ സെക്രട്ടറി എടുത്ത് ചോദിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹവും പോയി തമാൽ കൃഷ്ണ, എന്റെ അച്ഛൻ പറഞ്ഞു പൈസ വേണം എന്ന് ചോദിച്ചു. എന്ത് പറയണോന്ന് അറിയില്ല തമാൽ കൃഷ്ണ. മുമ്പേ പ്രഭുപാദ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊടുക്കണോ കൊടുക്കാൻ പാടില്ല, എന്താ പ്രഭുപാദ് ഉദ്ദേശിക്കുന്നത്? എന്നാലും മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് ഭഗവാന്റെ പൈസയാണ്, ഭഗവത് സേവനത്തിന് മാത്രമേ ഈ പൈസ ഉപയോഗിക്കുള്ളൂ. ഇതും കൂടെ കേട്ടപ്പോ പ്രഭുപാദരുടെ മകന്റെ കലിതുള്ളാൻ തുടങ്ങി. മകൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് ബംഗാളിയിൽ എന്തെല്ലാമോ വഴക്ക് പറഞ്ഞ് അദ്ദേഹം നടന്നുപോയി. പ്രഭുപാദർ പുഞ്ചിരിയും തോയി തിരിച്ചു നോക്കിയിട്ട് പറഞ്ഞു, യു ആർ മൈ റിയൽ സൺ എന്ന് തമാൽ കൃഷ്ണ മഹാരാജിനെ. നീയാണ് എന്റെ യഥാർത്ഥ മകൻ എന്ന് അന്ന് തമാൽ കൃഷ്ണ മഹാരാജിനെ. സേവനം കൊണ്ട് മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന വ്യക്തികളാണ്. മടിയോ ഇതൊന്നും പറയാതെ. ഒരു തവണ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ യമുന മാതാജി എടുത്ത് പ്രഭുപാദർ പറഞ്ഞു, എനിക്ക് ബാസ്മതി അരി വേണമെന്ന് പറഞ്ഞു. ട്രെയിനിൽ, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ബാസ്മതിയുടെ ചോറ് വേണമെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? പ്രഭുപാദ്, നമ്മൾ അടുത്തത് ഇന്ന അമ്പലത്തിൽ എത്തും, അവിടെ എത്തിയ ഉടനെ ബാസ്മതിയൊക്കെ മേടിച്ച് ഞങ്ങൾ കുക്ക് ചെയ്ത് തരാം, എത്താൻ ഇനി ഒരു 4-5 മണിക്കൂറല്ലേ ഉള്ളൂ എന്നൊക്കെ കഥ പറയുമായിരുന്നു. അല്ലെങ്കിൽ പ്രഭുപാദരെ ഉപദേശിക്കുമായിരുന്നു. ഈ മാതാജി എങ്ങനെ പോയി TTR ഇതൊക്കെ നടക്കുന്നത് 1970-കളിലാ, ഇന്ന് പോലും അല്ല, ഏകദേശം 50 വർഷം മുൻപ് TTRനെ കൺവിൻസ് ചെയ്ത്, അന്ന് ടെലഗ്രാം, നിങ്ങൾ ട്രെയിൻ, പണ്ടേ കാലത്ത് ട്രെയിനൊക്കെ ഓടുമ്പോ അതിന്റെ സൈഡിൽ താഴെ നിലത്ത് കമ്പി ഓടും, അതിലാണ് ഈ ടെലിഗ്രാം പോകുന്നത്. എമർജൻസി മെസ്സേജസ് അതിലാണ് അയക്കുന്നത്. അപ്പൊ അതിൽ കൂടെ മെസ്സേജ് അയച്ച് അടുത്ത സ്റ്റേഷനിലുള്ള ജോലിക്കാരനെ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ് ബാസ്മതിയും വാങ്ങിച്ച് അയാൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ആ ബാസ്മതി അരി എടുത്ത് ട്രെയിനിനകത്തുള്ള പാൻട്രി കാറിൽ യമുന മാതാജി പാചകവും ചെയ്ത് 45 മിനിറ്റിൽ പ്രഭുപാദരുടെ മുമ്പേ ബാസ്മതി അരിയുടെ ചോറ് കൊണ്ടുപോയി. പ്രഭുപാദ് പറഞ്ഞു, ഇംപോസിബിൾ ഇസ് എ വേർഡ് ഇൻ ഫൂൾസ് ഡിക്ഷണറി. സാധ്യമല്ല എന്നുള്ളത് മണ്ടൻ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന് പറഞ്ഞു. കാരണം ആഗ്രഹിച്ചാൽ മതി, ഞാൻ എൻ്റെ ഗുരുവിന് വേണ്ടി, ഭഗവാന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ഇത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ ആഗ്രഹത്തിന്റെ തീവ്രത അനുസരിച്ച് കാര്യങ്ങൾ രൂപം കൊള്ളും. അങ്ങനെ രൂപം കൊണ്ടതാണ് ഈ മനോഹരമായ പ്രസ്ഥാനം. വലിയ ഭാഗ്യമാണ് നമ്മളും അതിൽ പങ്കുവഹിക്കുക എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്തവർ വരെ ഉണ്ട്. ഇതേപോലെ ഒരു തവണ പ്രഭുപാദർ ആഫ്രിക്കയിൽ ചെന്ന് പ്രചരണം ചെയ്യാൻ പറഞ്ഞു. ആഫ്രിക്കയിൽ ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദികളുടെ സമയം, യുദ്ധം നടക്കുന്ന, ദിവസവും 1000-കണക്കില് പാവങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് നമ്മുടെ ഡിവോട്ടീസ്, ബ്രിട്ടീഷേഴ്സ്, അമേരിക്കൻസ് പ്രചരണത്തിനായി പോയത്. ഇവർക്ക് ഈ എന്താ പറയാ, ഈ വെളുത്ത വർഗത്തിനെ കണ്ടാലേ ഇഷ്ടമല്ല. അവർക്ക് കണ്ട ഒരു ദയയില്ലാതെ റോട്ടിൽ വെച്ച് കൊന്നുകളയും. അങ്ങനെ ഒരു ദിവസം ഈ ഭീകരവാദികളെല്ലാം, മിലിറ്ററി ലീഡേഴ്സ് എല്ലാം കൂടെ ഹരേ കൃഷ്ണ ക്ഷേത്രത്തിനകത്ത് ഇടിച്ചു കയറി.
കുറച്ച് പ്രായമുള്ള ഒരു മാതാജിയും പിന്നെ 7 ബ്രഹ്മചാരികളും ഗൃഹസ്ഥരുമായ വൈഷ്ണവരുണ്ടായി. അതിന്റെ നേതാവ് തോക്കും പിടിച്ചിട്ട് പറഞ്ഞു, സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വിട്ട് നിങ്ങളുടെ നാട്ടിൽ പോക്കോ. പക്ഷെ ഇവരെല്ലാം വെളുത്ത വർഗത്തിലുള്ളവരെ ഇവരെല്ലാം ഞങ്ങൾ വെടിവെച്ച് കൊല്ലാൻ പോകുന്നു. അപ്പൊ ഈ മാതാജി പറഞ്ഞു, നീ എന്ത് മഹാപാപമാണ് ചെയ്യാൻ പോകുന്നത് നീ അറിയുന്നില്ല. ഭഗവാനെ സേവിക്കുന്ന ശുദ്ധ വൈഷ്ണവരെ കൊന്നാൽ ജന്മജന്മാന്തരങ്ങൾ നീ നരകത്തിൽ കഴിയേണ്ടി വരും. ഇതൊന്നും അയാളുടെ തലയിൽ കയറിയില്ല. അയാൾ പറഞ്ഞു, അധികം സംസാരിച്ച നിങ്ങൾ ആദ്യം ഞാൻ കൊന്നളയും. ഇവര് പറഞ്ഞു, കൃഷ്ണഭക്തന്മാർ കൺമുമ്പേ മരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നീ ആദ്യം എന്നെ കൊല്ലെന്ന് പറഞ്ഞിട്ട് ആ വെടിയുണ്ടയും സന്തോഷത്തോട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മരിച്ച വ്യക്തിയാണ് ആ മാതാജി. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് കാണുന്ന ഈ മനോഹരമായ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി രൂപം കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എത്ര നിസ്വാർത്ഥമായ സേവനം, അതിന് ഉപമിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സേവനങ്ങളാ ഭക്തന്മാരും ശ്രീല പ്രഭുപാദരും കാഴ്ചവെച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും നമുക്കുണ്ടാകണം. പക്ഷെ ഇപ്പോ നമ്മളിൽ പല ഭക്തരും അവർ നട്ടുവെച്ച മാവിന്റെ പഴവും കഴിച്ചിട്ട് നമ്മൾ ഇരുന്ന സ്ഥലത്തിൽ സൗകര്യമായിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇരുന്ന് അങ്ങനെ ചെറിയ സർവീസ് ഒക്കെ ചെയ്യും. പാണ്ഡവർ 12 വർഷം വനത്തിൽ പോയ സമയത്ത് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പാണ്ഡവർക്ക്. അപ്പൊ അവരെല്ലാം ദിവസവും പാണ്ഡവർക്ക് ലെറ്റർ കൊടുക്കും, ഇൻവിറ്റേഷൻ കൊടുക്കും. ഞങ്ങൾ ആശ്രമത്തിൽ വന്ന് കഴിക്കൂ, ഞങ്ങളെ വീട്ടിൽ വന്ന് കഴിക്കൂ. ഭീമസേനന് വലിയ സന്തോഷമായി. കാരണം ഭീമസേനൻ വിചാരിച്ചു കാട്ടിൽ പോയാൽ തിന്നാവൊന്നും കിട്ടില്ല. പക്ഷെ കാട്ടിലാണെങ്കിൽ ഋഷിമാരും മുനിമാരും എല്ലാവരും ഉച്ചഭക്ഷണത്തിന് വിളിക്കുക. ഭീമസേനന് സന്തോഷമായി. കുറച്ചു കഴിഞ്ഞപ്പോ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, ഇന്നു മുതൽ നമ്മൾ ഒരു ക്ഷണവും സ്വീകരിക്കില്ല, ആരുടെ ആശ്രമത്തിലും വീട്ടിൽ പോയി കഴിക്കില്ല. ഭീമസേനൻ ചോദിച്ചു, ഇപ്പൊ എന്താ പറ്റിയ? യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, നമ്മൾ സൗകര്യമായിരിക്കുന്നത് കൊണ്ട് മനസ്സിനകത്തുള്ള ലക്ഷ്യത്തിന് കോട്ടം സംഭവിക്കുന്നു, ലക്ഷ്യം ചോർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ലക്ഷ്യം ചോർന്നു പോകാതിരിക്കണമെങ്കിൽ ഞാൻ സൗകര്യമായി കംഫർട്ടബിൾ ആയി ഇരിക്കാൻ പാടില്ല എന്ന് തപസ്യയെ സ്വയം സ്വീകരിച്ചു പാണ്ഡവർ. ചെയ്യണം, ഭഗവാന് വേണ്ടി ഇത് ചെയ്യണം, പ്രഭുപാദർക്ക് വേണ്ടി അത് ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളിൽ ആഴിക്കത്തുമ്പോൾ കൺമുമ്പേ വാതിലുകൾ ഒന്നൊന്നായി തുറക്കും, കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ആ ഒരു ഉത്സാഹം നമുക്ക് വേണം. ആ ഉത്സാഹമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഡിസയർ, അതാണ് ഉപദേശാമൃതത്തിൽ പ്രഭുപാദർ എഴുതുന്നത്. ഡിസയർ, ആഗ്രഹമാണ് നമുക്ക് ആവശ്യം. ആ ആഗ്രഹം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം, എന്ത് പരിതസ്ഥിതികൾ ഉണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ട് തടസ്സമുണ്ടെങ്കിലും അതെല്ലാം അവസരമായി മാറിക്കിട്ടും. നമുക്ക് ഭഗവാന്റെ തൃപ്പാദത്തിനെ എത്തിച്ചേരാനും ഒരുപാട് വ്യക്തികൾക്ക് കൃഷ്ണാവബോധം പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും അങ്ങനത്തെ സേവന മനോഭാവം കൃഷ്ണഭക്തർക്ക്, ഈ പ്രസ്ഥാനത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായി കഴിഞ്ഞാൽ ഓരോരു സ്ഥലത്തിലും കൃഷ്ണാവബോധ പ്രചരണം മനോഹരമായി വളരും. ഇപ്പൊ ഭഗവാന് ഒരു ആഗ്രഹമുണ്ട്, കേരളത്തിൽ കൃഷ്ണഭക്തി പ്രചരിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഭഗവാനുണ്ട്. ഇത് ആര് ചെയ്യും എന്നാണ് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്? ചന്ദ്രഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ചെയ്യോ കേരളത്തിൽ? ഇല്ല. അമേരിക്കയോ ആഫ്രിക്കയിൽ നിന്നോ ആരെങ്കിലും വന്ന് കേരളത്തിൽ ചെയ്യോ? ഇല്ല. കേരളത്തിലുള്ള നമ്മൾ ചെയ്യുമെന്നാണ് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്, ഗുരു പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് കീർത്തനം പാടാൻ അറിയില്ല, എനിക്ക് പ്രഭാഷണം കൊടുക്കാൻ അറിയില്ല എന്നൊക്കെ വിചാരിക്കുന്നത് ആലസ്യം, വെറും മടിയാണ്. ആലസ്യം വ്യപനീ യദ്ഭക്തി സുലഭം ധ്യായസ്വ നാരായണം പനോദനകരോ ദാസസ്യ കിം ന ക്ഷമഃ. ആലസ്യം വ്യപനീ, മടിയെ മാറ്റിവെച്ചാൽ
ഭക്തി സുലഭം, ഭക്തി വളരെ എളുപ്പമാണ്. ധ്യായസ്വ നാരായണ. അപ്പൊ എല്ലാ ഭക്തജനങ്ങളും ഈ സന്ദേശം ഉൾക്കൊണ്ട് മനോഹരമായ സേവനം ചെയ്യാൻ ആഗ്രഹിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇത്രയും ദിവസം നീണ്ടു നിന്ന ഒരു യജ്ഞമായിട്ട് തന്നെ നടന്ന പ്രഭാഷണ പരമ്പര, ഇത് കേട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ധന്യരായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ഭക്തിയിൽ വളരാനുള്ള കരുത്തും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹരേ കൃഷ്ണ.